ഗോതമ്പ് മുളപ്പിച്ചടിച്ച ജ്യൂസ് ക്യാൻസറിനെ പോലും അടുപ്പിക്കില്ലെന്ന് അറിയാമോ? വിറ്റമിനുകളുടെയും മിനറലുകളുടെയും ഒരു കലവറയാണ് വീറ്റ് ഗ്രാസ്. കൂടാതെ ദഹനത്തെ സഹായിക്കുന്ന എൻസൈമുകളും ഇതിൽ അടങ്ങിയിരിക്കുന്നു. രക്തത്തിലെ ഹീമോഗ്ലോബിൻ കൂട്ടാനും ക്യാൻസർ വരെ തടയാനും വീറ്റ് ഗ്രാസ് വളരെ നല്ലതാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കുമെല്ലാം ഒരുപോലെ ഇത് കഴിക്കാനാകും എന്നതും ഇതിന്റെ മറ്റൊരു സവിശേഷതയാണ്. വീറ്റ് ഗ്രാസ് ഏത് നാട്ടിലും ഏത് കാലാവസ്ഥയിലും വീട്ടിനുള്ളിൽ വളരെ എളുപ്പം വളർത്തിയെടുക്കാവുന്ന ഒന്നാണ്. വീറ്റ് ഗ്രാസ് ജ്യൂസ് ആരോഗ്യത്തിന് വളരെയേറെ മികച്ചതാണ്. ഇതിനായി ആദ്യം ചെയ്യേണ്ടത് ഇത്രമാത്രം: ഗോതമ്പ് മുളപ്പിക്കാൻ ആവശ്യമായ അത്ര മണ്ണും ഒരു പരന്ന പാത്രവും കുറച്ച് ഗോതമ്പും തയ്യാറാക്കി വയ്ക്കുക. 12 മണിക്കൂർ കുതിർത്ത് വെച്ചിരിക്കുന്ന ഗോതമ്പ് വെള്ളം വാർത്തു വയ്ക്കുക. ശേഷം ഒരു ട്രേയിലോ പരന്ന പാത്രത്തിലോ 1 ഇഞ്ച് കനത്തിൽ നനവുള്ള മണ്ണ് നിരത്തുക. അതിനു മുകളിലെ ഈ ഗോതമ്പ് നിരത്തുക. കൈകൊണ്ട് പതുക്കെ ഒന്ന് അമർത്തി എല്ലാ ഗോതമ്പ് മണികളും മണ്ണിൽ പതിച്ചു വയ്ക്കുക. ഈർപ്പം നിലനിർത്താൻ ഒരു നനഞ്ഞ തോർത്തോ ഒരു പ്ലാസ്റ്റിക് ഷീറ്റോ കൊണ്ട് ട്രേ മൂടി വയ്ക്കുക. എന്നും രാവിലെയും വൈകുന്നേരവും കുറച്ച് വെള്ളം സ്പ്രേ ചെയ്യണം. 3-4 ദിവസം കൊണ്ട് മുളകൾ വന്നു തുടങ്ങും. നാമ്പുകൾക്ക് 1 ഇഞ്ച് നീളമായാൽ മൂടി മാറ്റാം. പിന്നീടുള്ള ദിവസങ്ങളിൽ വെളിച്ചം കിട്ടുന്ന സ്ഥലത്ത് വയ്ക്കണം. വീടിനുള്ളിലെ ഒരു ജനാലയുടെ അടുത്ത് വെച്ചാൽ മതിയാകും. ആദ്യത്തെ ദിവസം നേരിട്ട് വലിയ വെയിൽ കൊള്ളിക്കരുത്. അന്ന് ചെറിയ തണലു മതി. പിറ്റേന്നു മുതൽ നന്നായി വെള്ളം കൊടുക്കാം, വെളിച്ചവും. 8-9 ദിവസമാകുമ്പോൾ 5 മുതൽ 6 ഇഞ്ച് വളർന്നിട്ടുണ്ടാകും. അപ്പോൾ ചുവട്ടിൽ നിന്നും 2 ഇഞ്ച് മുകളിലായി മുറിച്ചെടുക്കാം. അത് വെള്ളം കൂട്ടി ഒരു മിക്സിയിലടിച്ച് അരിച്ച് എടുത്തു കുടിക്കാം. ചുവ ഇഷ്ടമില്ലാതെ വരികയാണെങ്കിൽ കൂടെ ബീറ്റ്റൂട്ടോ ക്യാരറ്റോ നാരങ്ങയോ പൈനാപ്പിളോ ഒക്കെ ചേർത്തടിക്കാം. മുറിച്ചവ വീണ്ടും വളർന്നു വരും. വീണ്ടും 2 പ്രാവശ്യം കൂടി ഇങ്ങനെ മുറിച്ചെടുത്ത് ഉപയോഗിക്കാം. അതിനുശേഷം അത് കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കാം. 2-3 ദിവസം ഇടവിട്ട് 2-3 ട്രേകളിൽ ഇങ്ങനെ തുടങ്ങിയാൽ എന്നും ഉപയോഗിക്കാനാകും.